രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം തകർക്കാനുള്ള സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ഇതിന്റെ ഭാഗമാണ് പൗരത്വ ഭേദഗതി നിയമം. കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കുകയാണ് ലക്ഷ്യം. അത് കേരളത്തിൽ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി. കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കലാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ലക്ഷ്യം തന്നെ. ഇവിടെ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ പൗരത്വം തീർത്തും ഭരണഘടനാ വിരുദ്ധമായതാണ്. ഒരു മഹാറാലി നടന്നത് ഇവിടെ പരാമർശിക്കപ്പെട്ടു. അതിലെല്ലാം നാം നടത്തിയ പ്രഖ്യാപനം RSS അജണ്ട നടപ്പാക്കില്ല എന്ന് തന്നെയായിരുന്നു. പൗരത്വ നിയമത്തിനെതിരെ പ്രതിരോധം തീർത്തത് ഇടതുപക്ഷം മാത്രമാണ്. വിഷയത്തിൽ കോൺഗ്രസിന് നിലപാടില്ല. യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പലർക്കെതിരെയും കോൺഗ്രസ് നടപടി സ്വീകരിച്ചെന്നും മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. ഡൽഹിയിലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രക്ഷോഭം രാജ്യതലസ്ഥാനം എന്ന നിലക്ക് കണ്ടു. ആ പ്രക്ഷോഭത്തിൽ ഒട്ടേറെ ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതിനെതിരെ ഇടപെട്ടത് ഇടതുപക്ഷ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും മാത്രമാണ്. ഒരു കോൺഗ്രസുകാരനെയും അവിടങ്ങളിൽ കാണാൻ കഴിഞ്ഞു. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന റാലിയിൽ സമസ്ത ഉൾപ്പെടെ വിവിധ മത സാമുദായിക സംഘടനകളിലെ നേതാക്കളെ അണിനിരത്താൻ CPIM-ന് സാധിച്ചു. ആയിരങ്ങൾ കടപ്പുറത്തേക്ക് ഒഴുകിയെത്തിയതോടെ പൗരത്വ നിയമത്തിനെതിരായ പ്രചാരണം വിജയം കണ്ടെന്ന വിലയിരുത്തലിലാണ് CPIM. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നതോടൊപ്പം വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെ കൂടി ചോദ്യം ചെയ്യുകയാണ് മുഖ്യമന്ത്രി. കോഴിക്കോട് കടപ്പുറത്ത് നിന്നും പ്രവീൺ ധർമ്മശാലയ്ക്കും മനു ദാമോദറിനുമൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് 24.